ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാളിൻ്റെ ഒരുക്കമായി 9 ദിവസങ്ങൾ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. ഈ ശുശ്രൂഷയിൽ യോസേപ്പ് പിതാവിൻ്റെ കരം പിടിച്ച് പങ്കുകാരാകുന്ന എല്ലാവരെയും തമ്പുരാന് തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ 7-ാം ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജീവന്റെ കാവലാളായ യോസേപ്പ് പിതാവിനെ കുറിച്ചാണ്. ദൈവവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ആരാണ് യോസേപ്പ് പിതാവ് എന്നതിന് ഒട്ടേറെ നിർവചനങ്ങൾ ഉണ്ട്. അതിൽ നിങ്ങൾക്കും എനിക്കും യോസേപ്പ് പിതാവിന് കൊടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു നിർവചനം ഇങ്ങനെയായിരിക്കട്ടെ: ജീവൻ രക്ഷിക്കാൻ ഒരു അപ്പൻ നടത്തുന്ന സാഹസിക യാത്രയുടെ പേരാകട്ടെ യോസേപ്പ്. ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുവാൻ എന്ന് വേണ്ടി യോസേപ്പ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടതാണ്. വളർത്തുന്നവൻ കൊല്ലുന്നവനെന്നല്ല. യോസേപ്പ് പിതാവിന്റെ മുഖമുള്ള ഏതൊരപ്പനും കൊല്ലാനല്ല, വളർത്താനാണ് ജീവിക്കേണ്ടത്. സാഹസികമായി പോലും വളർത്തുവാൻ വേണ്ടി. നിങ്ങൾക്കറിയാം, ഒട്ടേറെ കാരണങ്ങൾ പറഞ്ഞാണ് ഉദരശിശുക്കൾ ഈ ഭൂമിയിൽ ഇന്ന് വധിക്കപ്പെടുന്നത്. WHO കണക്ക് പ്രകാരം 1.5 ലക്ഷം കുഞ്ഞുങ്ങളാണ് അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് ലോകത്തിൽ നിഷ്കരണം ഓരോ ദിവസവും വധിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അറിയപ്പെടാതെ പോകുന്ന വേറെ എത്രയോ ഉണ്ടാകും. ഇതിന് പരിഹാരം ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും കടമയില്ലേ? നമുക്ക് യോസേപ്പ് പിതാവിന്റെ അടുക്കലേക്ക് പോകാം. യോസേപ്പ് പിതാവിന്റെ കരങ്ങളിൽ ദൈവം വെച്ചുകൊടുത്ത ഒരു കൊച്ചു ജീവനെ കാത്തു രക്ഷിക്കുവാൻ ബെനഡിക്ട് 16-ാമൻ മാപ്പാപ്പയുടെ വാക്കുകളിൽ അവൻ സാഹസികമായി യാത്ര ചെയ്തു. ജോസഫ് ക്ഷീണിതനായി ജോലി കഴിഞ്ഞ് രാത്രി ഉറങ്ങുമ്പോൾ മാലാഖ പറയുന്നു, നിന്റെ കയ്യിലുള്ളത് കൊണ്ട് വേഗം ഈജിപ്തിലേക്ക് പോവുക. അവൻ മൈലുകൾ യാത്ര ചെയ്ത് ഈജിപ്തിലേക്ക് വളരെ ത്യാഗപൂർവ്വം പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു കുഞ്ഞിനെ രക്ഷിക്കുവാൻ ഒരു അപ്പൻ ചെയ്യുന്ന സാഹസികത. ദൈവം അവന്റെ കയ്യിൽ വെച്ചുകൊടുത്ത കുഞ്ഞ്, നമ്മൾ ഓർക്കണം, ഇതുപോലെയാണ് ഏതൊരു കുഞ്ഞും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ഒരു ചോദ്യം: നിങ്ങളിൽ ആർക്കെങ്കിലും ജീവൻ ഉണ്ടാക്കുവാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളിലൂടെ ജീവൻ ഈ ഭൂമിയിലേക്ക് വന്നു എന്നേ ഉള്ളൂ. കഴിയുമായിരുന്നുവെങ്കിൽ മരിച്ച പലരെയും നിങ്ങൾ ജീവൻ കൊടുത്ത് ഉയർപ്പിച്ചേനെ. നമ്മുടെ കയ്യിലല്ല ജീവൻ. ദൈവത്തിന് മാത്രമേ ജീവൻ തിരിച്ചെടുക്കുവാൻ അവകാശമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഓർക്കണം. നമ്മുടെ കൈവെള്ളയിൽ ദൈവം ജീവൻ വെച്ച് തരുമ്പോൾ മാനവരാശിയുടെ മേൽ ദൈവത്തിന്റെ പ്രത്യാശ നഷ്ടമായിട്ടില്ല എന്നതിന്റെ അടയാളമാണത്. നമുക്ക് ജീവന്റെ കാവലാളായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. സുബോധമില്ലാതെ, ജ്ഞാനമില്ലാതെ, വിവേകമില്ലാതെ ആധുനിക മനുഷ്യരെന്ന് തങ്ങളെ തന്നെ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് പ്രാകൃത മനുഷ്യരെക്കാൾ മോശമായ രീതിയിൽ ഉദരശിശുക്കളെ ക്രൂരമായി വധിക്കുന്ന മാതാപിതാക്കളോട്, അതിനുവേണ്ടി നിൽക്കുന്ന മെഡിക്കൽ സംവിധാനങ്ങളോട്, നിയമ സംവിധാനങ്ങളോട് കർത്താവേ കരുണയായിരിക്കണമേ. സ്നേഹമുള്ളവരെ, ഇന്ന ദിവസം പ്രത്യേകമായി വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ കരങ്ങളിൽ വിവിധങ്ങളായ പ്രോലൈഫ് മുന്നേറ്റങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരുടെയും സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. പ്രതികരിക്കുവാൻ കഴിയാത്ത നിഷ്കളങ്ക ജീവനെ നശിപ്പിക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ സമൂഹം എത്രയോ ശിഥിലമാകുമെന്ന് നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, യോസേപ്പ് പിതാവിന്റെ മനസ്സുള്ള മാതാപിതാക്കളെ ഈ ഭൂമിക്ക് ധാരാളമായി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാഹസികമായി മക്കളെ പൊതിഞ്ഞു പിടിക്കുന്ന, സംരക്ഷിക്കുന്ന മാതൃത്വവും പിതൃത്വവും ഈ ഭൂമിക്ക് ധാരാളം ആവശ്യമുണ്ടല്ലോ. അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചേർത്തവൻ അരുമയാം പൈതലിനെ നെഞ്ചോടണച്ചവൻ